പ്രിയപ്പെട്ട കുട്ടികളെ, സോഷ്യൽ സയൻസ് ക്യൂസിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഉപജില്ലാ തലത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരം ഗുജറാത്ത്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന സ്ഥലം. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന സ്ഥലം ഏതാണ്? ഉത്തരം നീലഗിരി. ഉത്തരം നീലഗിരി. മൂന്നാമത്തെ ചോദ്യം, ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ആ ചിത്രത്തിൽ കാണിക്കുന്നത് ഏതാണ്, അല്ലെങ്കിൽ എന്താണ് ആ ചിത്രത്തിൽ കാണുന്നുള്ളത്? ചിത്രം തിരിച്ചറിയുക. ഉത്തരം ഹുമയൂൺസ് ടോംബ്. ഹുമയൂണിൻ്റെ ടോംബാണ്, ശവകുടീരമാണ് ചിത്രത്തിൽ തന്നിരിക്കുന്നത്. അടുത്ത ചോദ്യം, പിഗ്മികളെ കൂടുതലായി കാണപ്പെടുന്നത് എവിടെയാണ്? ഉത്തരം കോങ്കോ ബാസിൻ ഇൻ ആഫ്രിക്ക. ആഫ്രിക്കയിലെ കോങ്കോ ബേസിനിലാണ് പിഗ്മികളെ കൂടുതലായി കാണപ്പെടുന്നത്. അടുത്ത ചോദ്യം, കേരള വനഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള വനഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള ഫോറസ്റ്റ് റിസർച്ച് സെൻറ്റർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം പീച്ചി. പീച്ചിയിലാണ് കേരള വനഗവേഷണ കേന്ദ്രം, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ആറാമത്തെ ചോദ്യം, സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ആരാണ്? സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ജ്യോതിറാവു ഫുലെ. ജ്യോതിറാവു ഫുലെയാണ് സത്യശോധക് സമാജ് സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, അറ്റ്ലസ് കണ്ടുപിടിച്ചതാര്? അറ്റ്ലസ് കണ്ടുപിടിച്ചതാര്? ഉത്തരം അബ്രഹാം ഓർട്ടേലിയസ്. അബ്രഹാം ഓർട്ടേലിയസ് ആണ് അറ്റ്ലസ് കണ്ടുപിടിച്ചത്. ഭൂമിയുടെ ഏത് അർദ്ധഗോളത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്? ഭൂമിയുടെ ഏത് അർദ്ധഗോളത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഉത്തരാർദ്ധഗോളത്തിൽ. ഏത് വിദേശാധിപത്യത്തിൻ്റെ കാലത്താണ് കണ്ണൂരിൽ സ്ഥിതി ചെയ്യുന്ന സെൻറ്റ് ആഞ്ചലോ ഫോർട്ട് സ്ഥാപിച്ചത്? സെൻറ്റ് ആഞ്ചലോസ് ഫോർട്ട് സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരുടെ ഭരണത്തിൻ്റെ സമയത്താണ്. അടുത്ത ചോദ്യം, ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയായി കരുതപ്പെടുന്ന സൈനികൻ. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് മംഗൽ പാണ്ഡെ. അടുത്ത ചോദ്യം, സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചതാര്? സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചതാര്? ഉത്തരം ജെയിംസ് ഹർഗ്രീവ്സ്. ജെയിംസ് ഹർഗ്രീവ്സ് ആണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത്. കുണ്ടറ വിളംബരം നടന്ന വർഷം. കുണ്ടറ വിളംബരം നടന്ന വർഷം 1809. 1809 കുണ്ടറ വിളംബരം നടന്നത്. ദേശീയ ചിഹ്നത്തിൻ്റെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാചകം. ദേശീയ ചിഹ്നത്തിൻ്റെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാചകമാണ് സത്യമേവ ജയതേ. സത്യമേവ ജയതേ. അടുത്ത ചോദ്യം, ഥാർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി. ഥാർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി നദി. ലൂണി നദി. അടുത്ത ചോദ്യം, നെഹ്റുവിൻ്റെ കാലത്ത് തുടക്കം കുറിച്ച് ഈയിടെ രാജ്യത്തിന് സമർപ്പിച്ച അണക്കെട്ട് ഏത്? നെഹ്റുവിൻ്റെ കാലത്ത് തുടക്കം കുറിച്ച് ഈയിടെ രാജ്യത്തിന് സമർപ്പിച്ച അണക്കെട്ടാണ് സർദാർ സരോവർ അണക്കെട്ട്. സർദാർ സരോവർ അണക്കെട്ട്. ഇപ്പോഴത്തെ ഇന്ത്യൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ബി.ആർ. ഗവായി. ആസാമിലെ ധോള സാദിയ പാലത്തിൻ്റെ മറ്റൊരു പേര്. ആസാമിലെ ധോള സാദിയ പാലത്തിൻ്റെ മറ്റൊരു പേരാണ് ഭൂപൻ ഹസാരിക പാലം. ഭൂപൻ ഹസാരിക പാലം. കേരളത്തിൽ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ പ്രൊജക്റ്റ് നടപ്പിലാക്കിയത് എവിടെ? കേരളത്തിൽ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ പ്രൊജക്റ്റ് ഉണ്ടാക്കിയത് കഞ്ചിക്കോട്. ടൈ ബ്രേക്കിംഗ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലാണ് പുന്നമടക്കായൽ. പുന്നമടക്കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. ഓസോൺ പാളി സംരക്ഷണത്തിനായി 1987 സെപ്റ്റംബർ 16 നടന്ന ഉടമ്പടി.
ഓസോൺ പാളി സംരക്ഷണത്തിനായി 1987 സെപ്റ്റംബർ 16 നടന്ന ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. മോൺട്രിയൽ ഉടമ്പടി അല്ലെങ്കിൽ മോൺട്രിയൽ പ്രോട്ടോകോൾ. ലോക അധ്യാപക ദിനം. ലോക അധ്യാപക ദിനമാണ് ഒക്ടോബർ 5. ഒക്ടോബർ 5 ലോക അധ്യാപക ദിനം. സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനം. കേരളത്തിൽ പ്രകൃതിയാ ചന്ദനമരങ്ങളുള്ള ഏക പ്രദേശം. കേരളത്തിൽ പ്രകൃതിയാ ചന്ദനമരങ്ങളുള്ള ഏക പ്രദേശമാണ് ഇടുക്കി ജില്ലയിലെ മറയൂർ. ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിളിച്ചതാര്? ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിളിച്ചത് വിൻസ്റ്റൺ ചർച്ചിൽ. കൂട്ടുകാർക്ക് വീഡിയോ ഉപകാരപ്രദമായി തോന്നിയാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും ഒരു ക്വിസ് വീഡിയോയുമായി കാണുന്നത് വരെ ബായ്.